Hello my dear students, welcome back to our EVS class. Today we are going to learn about our new chapter that is with taste with help from the part 2. So നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. സോ നമ്മളെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് വിത്ത് ടേസ്റ്റ് വിത്ത് ഹെൽത്ത്. ഓക്കെ, ലാസ്റ്റ് നൈറ്റ് I ate chapati and potato curry. My mom made rice and sambar. We had food from a hotel yesterday, parota and chicken. I like appam and fish curry. Mom gave me noodles. Angry with mom, I did not have food last night. What do the friends in the picture say? Go through it. എന്തൊക്കെയാണ് നമ്മളവിടെ 5 ചിൽഡ്രൻസിനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 5 ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ല പിക്ചേഴ്സിൽ. എന്തൊക്കെയാണ് അവർ പറയുന്നത്? യെസ്, വൺ ഫ്രണ്ട് സേ ദാറ്റ് he ate chapati and potato curry at last night, and the other friend says that my mom made rice and sambar. ഒരാൾ എന്താണ് കഴിച്ചിട്ടുള്ളത്? ചപ്പാത്തിയും പൊട്ടാറ്റോ കറിയും, മറ്റൊരാൾ റൈസും സാമ്പാറും, വേറൊരാൾ അവരുടെ ഹോട്ടലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും. അതുപോലെ തന്നെ എനിക്കിഷ്ടം അപ്പവും ഫിഷ് കറി ആയിരുന്നു, പക്ഷേ എനിക്ക് അമ്മ ന്യൂഡിൽസാണ് തന്നിട്ടുള്ളത്. ഒരാൾ അമ്മയോട് ദേഷ്യം പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമുക്ക് ഓരോരോ ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നത്. എന്താണ്, അവർ എല്ലാവരും സെയിം ടൈപ്പ് ഫുഡാണോ കഴിക്കുന്നത്? നോ, ദേ ഓൾ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ആർ ഈറ്റൺ. അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഫുഡാണ് അവിടെ കഴിക്കുന്നത്. ഓക്കെ, വാട്ട് വാസ് ദ ഫുഡ് യു എയ്റ്റ് ലാസ്റ്റ് നൈറ്റ്? ക്യാൻ യു റൈറ്റ് ഇറ്റ് ഡൗൺ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ലാസ്റ്റ് നൈറ്റിൽ ഏത് ടൈപ്പ് ഫുഡാണ് കഴിച്ചത് എന്നുള്ളതൊന്ന് നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ആൻഡ് വാട്ട് വാസ് ദ ഫുഡ് ദാറ്റ് യുവർ ഫ്രണ്ട്സ് എയ്റ്റ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഏതൊക്കെ ഫുഡ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതൊക്കെ ഫുഡ്സാണ് ഈറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിൽ എഴുതുക. ആൻഡ് ഡിഡ് ഓൾ ഈറ്റ് ദ സെയിം ഫുഡ്? നിങ്ങൾ എല്ലാവരും ഒരേ ഭക്ഷണമാണോ കഴിച്ചിട്ടുള്ളത്? നോ, വൈ? എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിൽ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക അല്ല. അതെന്താണുള്ളതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നോക്കാം. ഓക്കെ, ആൻഡ് ഡിഡ് ദ ബോയ് ഹു ഡിഡ് നോട്ട് ഈറ്റിംഗ് ക്വാറലിംഗ് വിത്ത് ഹിസ് മോം ഡു ദി റൈറ്റ് തിങ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ല ശീലമാണോ? എസ് ഓർ നോ? നോ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ EVSൻ്റെ ബുക്കിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആക്കി എഴുതുക. ഓക്കെ, and the next question, have you felt very hungry when you didn't get food? നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നൊരു സമയത്ത് നമുക്ക് നന്നായിട്ട് വിശക്കാറുണ്ടോ? യെസ്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് യു ലൈക്ക് മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതെന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളതും നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, വി മെയിൻലി യൂസ് ഫുഡ് ഗ്രെയിൻസ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ് ഇൻ അവർ ഫുഡ്. നമ്മുടെ ഫുഡിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് ഗ്രെയിൻസ് ആയിട്ടുള്ളതാണ് റൈസ്, ധാന്യങ്ങൾ, അതുപോലെ വീറ്റ്, ഗോതമ്പൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തുന്നത്. വാട്ട് ആർ ദ അതർ ഫുഡ് ഗ്രെയിൻസ് ബിസൈഡ്സ്? ഇത് കൂടാതെ നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉൾപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ വരുന്നതാണ് മൈസ് മീൻസ് ചോളം, ലിറ്റിൽ മില്ലറ്റ് അതായത് ചാമ, ഫിംഗർ മില്ലറ്റ് രാഗി, ഫോക്സ് ടെയിൽ മില്ലറ്റ് തീന. ഇതൊക്കെയാണ് നമ്മൾ റൈസും വീറ്റും കൂടാതെ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന അതർ ഫുഡ് ഐറ്റംസ് ആർ മൈസ്, ചാമ മീൻസ് ലിറ്റിൽ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ് മീൻസ് രാഗി, ഫോക്സ് ടെയിൽ മില്ലറ്റ് മീൻസ് തീന. ഓക്കെ, what are the food items prepared in your house using rice and wheat? റൈസ് കൊണ്ടും വീറ്റ് കൊണ്ടും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാകും? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ടല്ലേ. റൈസ് കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്?
വീറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേർഡ് വെബ് തന്നിട്ടുണ്ട്. വീറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീറ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ റൈസ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ദോശ ഉണ്ടാക്കും, പത്തിരി, അങ്ങനെ എക്സെട്ര. അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസാണ് നമ്മൾ ഓരോ ഫുഡ് ഗ്രെയിൻസ് കൊണ്ടും ഉണ്ടാക്കുന്നത്. അതേതൊക്കെയാണ് നമ്മൾ വീറ്റ് കൊണ്ടും റൈസ് കൊണ്ടും ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹോമിൽ ഏതൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ വേർഡ് വെബിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ. ആർ ഫുഡ് ഗ്രെയിൻസ് അലോൺ യൂസ്ഡ് ഇൻ അവർ ഫുഡ്? നമ്മൾ ഫുഡ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ മാത്രമാണോ നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്? നോ, ദർ ആർ മെനി മോർ ഐറ്റംസ് ടു പ്രിപ്പയർ ടേസ്റ്റി ഡിഷസ്. നമുക്ക് നല്ല ഇഷ്ടമാണ് ടേസ്റ്റി ഡിഷസ് അല്ലേ. സോ ഈ ഒരു ടേസ്റ്റി ഡിഷസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെയും ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തുന്നുണ്ട്. വി യൂസ് സെവറൽ ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ് മീൻസ് പയറുവർഗ്ഗങ്ങൾ, ട്യൂബേഴ്സ് മീൻസ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ആൻഡ് ലീഫി വെജിറ്റബിൾസ് ആസ് ഫുഡ്. സോ നമ്മൾ റൈസിനും വീറ്റിനും കൂടാതെ യൂസ് ചെയ്യുന്നത് അതർ ഫുഡ് ഐറ്റംസ് ആർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസ്, ട്യൂബേഴ്സ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് എക്സെട്ര. ഓക്കെ. ഡോണ്ട് യു ഇൻക്ലൂഡ് ദസ് ഇൻ യുവർ ഫുഡ്? ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താറില്ലേ, ഇൻക്ലൂഡ് ചെയ്യാറില്ലേ? യെസ്. ആൻഡ് ഹിയർ ഐ ആം ദി കിങ് ഓഫ് ഫ്രൂട്ട് സേസ് ബൈ എ മാംഗോ. മാംഗോ എന്താണ് പറയുന്നത്? യെസ്, ഞാനാണ് പഴങ്ങളിലെ രാജാവ്. ഐ ആം ദി കിങ് ഓഫ് ദി ഫ്രൂട്ട്. ആൻഡ് ദ ക്യാരറ്റ് സേസ് ദാറ്റ് ആം ഐ നോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് വെജിറ്റബിൾസ്? വെജിറ്റബിൾസിൽ വെച്ചിട്ട് എന്നെ കാണാനല്ലേ ഏറ്റവും ഭംഗി എന്നാണ് ക്യാരറ്റ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ റൈസ് അല്ലെങ്കിൽ ഗ്രെയിൻ പറയുന്നത് ഫ്രണ്ട്സ് ഐ ആം ദ മെയിൻ ഫുഡ് ഓഫ് മലയാളീസ്. മലയാളികളുടെ മെയിൻ ഫുഡാണ് ഞാൻ. ആൻഡ് ടാപ്പിയോക്ക, അതായത് നമ്മുടെ മരച്ചീനി പറയുന്നത് എന്താണ്? ഐ ആം ദ ബെസ്റ്റ് എമംഗ് ട്യൂബേഴ്സ്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വെച്ചിട്ട് ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത് കപ്പ പറയുന്നത്, അതായത് ട്യൂബേഴ്സ്, ടാപ്പിയോക്ക. ഓക്കെ. ആൻഡ് അമരാന്തസ്, ചീര എന്താണ് പറയുന്നത്? ഐ ആം ദ മോസ്റ്റ് പോപ്പുലർ എമംഗ് ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസിൽ വെച്ചിട്ട് ഞാനാണ് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത്. ആൻഡ് പീനട്ട് പറയുന്നത് ഐ ആം എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് പൾസസ്. പൾസസിൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഞാൻ. അതൊക്കെ ഓരോരുത്തരാണ് പറയുന്നത് അല്ലേ. ആരൊക്കെ ആയിട്ടാണ്? മാംഗോ ആയിട്ടും ക്യാരറ്റ് ആയിട്ടും അമരാന്തസ് ആയിട്ടും റൈസ് ആയിട്ടും പറയുന്നുണ്ട്. സോ അതിൻ്റെ അടിയിലുള്ള ആ ബോക്സിൽ അത് ഏതൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് എഴുതണം. ഓക്കെ. ആൻഡ് ദർ ആർ മെനി ഐറ്റംസ് ടു ഗിവ് ടേസ്റ്റ് ടു അവർ ടങ്. ആറിൻ ദർ ക്യാൻ യു ടാബ്ലേറ്റ് ദം? നമുക്കറിയാം നമ്മുടെ നാവിന് രുചി തരുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. അത് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് ടാബ്ലേറ്റ് ചെയ്ത് നോക്കാം. വെജിറ്റബിൾസിൽ ആരൊക്കെ വരുന്നുണ്ട്? ഫ്രൂട്ട്സിൽ ആരൊക്കെ വരുന്നുണ്ട്? പൾസസിൽ, ട്യൂബേഴ്സിൽ, ലീഫി വെജിറ്റബിൾസിൽ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടാബ്ലേറ്റ് ചെയ്യാം. വെജിറ്റബിൾസിൽ വരുന്നതാണ് പംകിൻ, ബിറ്റർ ഗോഡ്, ആഷ് ഗോഡ്, ക്യാരറ്റ്, ക്യാബേജ് എക്സെട്ര. അതൊക്കെ വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ചെയ്യും, നിങ്ങൾക്കറിയുന്ന എല്ലാ വെജിറ്റബിൾസും. ലൈക്ക് ദീസ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ ആരൊക്കെ വരുന്നുണ്ട്? ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എക്സെട്ര. ആരൊക്കെ വരുന്നത് നിങ്ങൾക്കറിയുന്നവരൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് പൾസസ്, പയറ് വർഗ്ഗങ്ങളിൽ വരുന്നത് ആരൊക്കെയാണ്? പീനട്ട്, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം എക്സെട്ര. അതാരൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക. ട്യൂബേഴ്സിൽ വരുന്നത്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വരുന്നത് പൊട്ടാറ്റോ, ടാരോ, ടാപ്പിയോക്ക എക്സെട്ര. ആരൊക്കെയാണെന്നുള്ളത് എഴുതുക. ലീഫി വെജിറ്റബിൾസിൽ വരുന്ന അമരാന്തസ്, ബൊയോറാഹിവി, അതായത് തഴുതാമ. അമരാന്തസ് മീൻസ് ചീര. അതുപോലെ വരുന്നതാണ് മുരിങ്ങയില. അങ്ങനെ അത് ഏതൊക്കെയാണ് ലീഫി വെജിറ്റബിൾസ് വരുന്നത് എന്നുള്ളതും ടാബുലേറ്റ് ചെയ്യുക. ഓക്കെ. ഈസ് ദർ എനിത്തിങ് അതർ ദാൻ ദേഴ്സ് ദാറ്റ് വി ഇൻക്ലൂഡ് ഇൻ അവർ ഫുഡ്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പൾസസ് പറഞ്ഞു, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പറഞ്ഞു, ട്യൂബേഴ്സ് പറഞ്ഞു, ലീഫി വെജിറ്റബിൾസ് പറഞ്ഞു. ഇത് കൂടാതെ
നമ്മൾ എന്തൊക്കെയാണ് വേറെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്, ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്? യെറ്റ്സ് വെരി ഗുഡ്. നമ്മൾ മീറ്റ്, എഗ്ഗ്, മിൽക്കൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ? യെറ്റ്സ്. വി ഡിസ്കസ്ഡ് ദ ഫുഡ് ഐറ്റംസ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. സോ ഫാർ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസാണ്. വി ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ പ്ലാന്റ്സ് ബട്ട് ഓൺ ആനിമൽസ് ആൾസോ ഫോർ ഫുഡ്. നമ്മൾ പ്ലാന്റ്സിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ട്? നോ, വി ആൾസോ ഡിപ്പെൻഡ് ആനിമൽസ് ഫോർ ഫുഡ്. നമ്മൾ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആനിമൽസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Is it? Yes. What are the food substance we get from animals? ഏതൊക്കെ ഫുഡ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആനിമൽസിൽ നിന്ന് കിട്ടുന്നത്? യെസ്, എഗ്ഗ് കിട്ടുന്നുണ്ട്, മിൽക്ക്, മീറ്റ് എക്സെട്ര ആർ ഓൾസോ ദി പാർട്ട് ഓഫ് അവർ ഫുഡ്. ഇതൊക്കെ നമ്മുടെ ഫുഡിൽ വരുന്ന ഓരോ പാർട്സ് ആണ്. ഹൗ മെനി ഫുഡ് സബ്സ്റ്റൻസ് ഡു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗിവ് us? നമുക്ക് പ്ലാന്റ്സും അതുപോലെ തന്നെ അനിമൽസും എത്രത്തോളം ഫുഡ് ഐറ്റംസ് ആണല്ലേ തരുന്നത്? ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് തരുന്നുണ്ട്. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ഫുഡ്? നമ്മൾ പറയാറുണ്ട് നമുക്ക് ഒരു ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? നോ, നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയലുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? യെസ്, ഓരോ ഫ്രൂട്ടിൽ നിന്നും ഓരോ ടൈപ്പ് ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, റൈസിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. ബട്ട് മിൽക്ക്, എഗ്ഗ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. സോ ഈച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് കഴിച്ചാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബോഡിയിലായിട്ട് ആവശ്യമായിട്ടുള്ള ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന്, പ്രോപ്പർ ഫങ്ഷനിങ്ങിന്, മെറ്റബോളിക് ആക്ടിവിറ്റീസിന്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് നമ്മുടെ ബോഡി ഉഷാറാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇറ്റ്സ് ഓൾ ടൈപ്പ് ഓഫ് ഫുഡ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടണം. ഓൾ ടൈപ്പ് ഫുഡ് കിട്ടിയാലേ ഉള്ളൂ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലോട്ട് എത്തിച്ചേരുള്ളൂ. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ്സ് എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇറ്റ്സ് നമ്മുടെ ബോഡിയിലോട്ട് എല്ലാ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും കിട്ടണമെങ്കിൽ ഫുഡിൽ നിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ദ ജാക്ക് ഫ്രൂട്ട് ലോർ. ജാക്ക് ഫ്രൂട്ട് എന്തോ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു കള്ളിയിൽ കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് നോക്കാം. ജാക്ക് ഫ്രൂട്ട് ഈസ് എ ഡെലീഷ്യസ് ഫ്രൂട്ട് സീൻ ഇൻ ദ ജാക്ക് ട്രീസ് ഇൻ അവർ യാർഡ്സ്. നമ്മുടെ യാർഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. ഹൗ ഡെലീഷ്യസ് ഈസ് ദ വരിക്കച്ചക്ക. അല്ലെ, വരിക്കച്ചക്ക എന്ന് പറയുന്നത് എത്രത്തോളം ഡെലീഷ്യസ് ആണ്. ദ ക്രെഡിറ്റ് ആസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ഗോസ് ടു ദി ജാക്ക് ഫ്രൂട്ടാണ്. പഴങ്ങളിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് പോകുന്നതും ആർക്ക് തന്നെയാണ്? ജാക്ക് ഫ്രൂട്ടിന് തന്നെയാണ്. ദ സീഡ് ഓഫ് ദിസ് ഫ്രൂട്ട്, ചക്കക്കുരു, ഈസ് ആൾസോ യൂസ്ഡ് ഇൻ അവർ ഫുഡ്. ജാക്ക് ഫ്രൂട്ടിലുള്ളതാണ് അതിൻ്റെ സീഡിന് പറയുന്ന പേരാണ് ചക്കക്കുരു. അത് നമ്മൾ വേസ്റ്റാക്കി കളയാറാണോ ചെയ്യാറ്? നോ, അതും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ പ്രിപ്പയർ സെവറൽ ഡിഷസ് വിത്ത് ജാക്ക് ഫ്രൂട്ട്. ഇസ് ഇറ്റ്? നമ്മൾ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ഫ്രം ചക്കത്തോരൻ, ചക്ക ചിപ്സ്, ചക്ക പപ്പടം, ചക്കപ്പുഴുക്ക്, ചക്ക ഹൽവ, അങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് ഡെലീഷ്യസ് ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജാക്ക് ഫ്രൂട്ട് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ആൻഡ് അതിലൊരുപാട് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ജാക്ക് ഫ്രൂട്ടിലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് ഇൻ ദ ഫ്രൂട്ട് ഫാമിലി. ഫ്രൂട്ട് ഫാമിലിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നതും ജാക്ക് ഫ്രൂട്ട് തന്നെയാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. ഇവിടെ പേജ് നമ്പർ 74 ഒരു കുറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കാണുന്നുണ്ട് അല്ലേ? ന്യൂട്രീഷ്യനസ് ഫുഡ് വിൽ ബി എൻഷുവർഡ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് എൻഷുവർ ചെയ്തിട്ടുണ്ടെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട്. അനീമിക് ഡിസീസസ് അറ്റ് എ റൈസ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ അനീമിക് ഡിസീസ് കൂടി വരുന്നുണ്ട്. ഗവൺമെൻറ് പ്രോഗ്രസ് ഫോർ റിസോൾവിങ് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷനൊക്കെ റിസോൾവ് ചെയ്യാൻ ഗവൺമെൻറ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ഭക്ഷണത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഡിഡിൻ യു സീ സം ഓഫ് ദ ഹെഡ്ലൈൻസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്? നമുക്കവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഹെഡ്ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട്.
The lack of nutrients in food is a cause of various disease. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ഫുഡിൽ നിന്നേ കിട്ടുള്ളൂ. ഈ ന്യൂട്രിയൻസ് കിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ് സീ വാട്ട് ദി ഡോക്ടർ സേസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ഡോക്ടർ ഒരു കത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിയർ ചിൽഡ്രൻ, ഡു യു നോ from where you get the energy to run, jump and play? From the food you eat. അതായത് ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഓടാനും ചാടാനും നടക്കാനും ഒക്കെ എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫ്രം ദി ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഫുഡ് ഈസ് എസെൻഷ്യൽ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. ഫുഡ് എന്തിനൊക്കെ എസെൻഷ്യലാണ്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദി സ്ട്രെങ്ത് ഓഫ് ദ ബോഡി ആൻഡ് ദ ഫങ്ഷനിങ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ആൾസോ ഇറ്റ് പ്രിവെൻറ്റ് ദ ഡിസീസ്. നമ്മുടെ ബോഡിയിലുള്ള ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ബോഡിക്കൊക്കെ ഫുഡ് മസ്റ്റാണ്. വാരിയസ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ അവർ ബോഡി ആർ പ്രസൻറ്റ് ഇൻ ഫുഡ്. നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള വാരിയൻസ് ന്യൂട്രിയൻസ് ഫുഡിലാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ദ ന്യൂട്രിയൻസ് ആർ നോട്ട് ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഫുഡ് സബ്സ്റ്റൻസ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് it's because of this that we must include different types of food substance in our food. That means എല്ലാ ഫുഡിലും ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റിയിൽ എന്തില്ല? ന്യൂട്രിയൻസ് ഇല്ല. സോ ന്യൂട്രിയൻസിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, there are more nutrients in milk, എഗ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എക്സെട്ര. ഒരുപാട് ന്യൂട്രിയൻസ് കാണപ്പെടുന്നതാണ് മിൽക്കിൽ, എഗ്ഗിൽ, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലൊക്കെ. ദോസ് ഹു ടേക്ക് ഓൺലി വെജിറ്റേറിയൻ ഫുഡ് മസ്റ്റ് എൻഷുവർ ടു ഇൻക്ലൂഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് പൾസസ് ഇൻ ദെയർ ഫുഡ്. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർ അവരുടെ ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? വെജിറ്റബിൾസിൻ്റെയും പൾസസിൻ്റെയും ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടണം. ലീഫി വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇലക്കറികളിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, അതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തണം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ഇൻ യുവർ ഫുഡ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുകയാണെന്ത്, നമ്മുടെ ഡയറ്റിൽ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. വി അവർ സെൽസ് മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ ഹെൽത്ത്. നമ്മളായിട്ട് തന്നെ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിട്ടുള്ള വർക്ക് എന്തൊക്കെയാണ്? നമ്മുടെ പേജ് നമ്പർ 72 തന്നിട്ടുള്ള 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. വേർഡ് വെർബ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതാരൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ആ ബ്രാക്കറ്റിൻ്റെ അടിയിൽ എഴുതി ചേർക്കുക. ദെൻ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ വർക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.